ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നതൊരു ജോർജറ്റ് സാരിയാണ്. എംബ്രോയ്ഡറി വർക്കുള്ള ജോർജറ്റ് സാരി. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, പിസ്ത ഗ്രീനും വൈറ്റും കൂടെ ഇടകലർന്ന്, അതുപോലെ സൈഡിൽ സ്കാലപ്പ് വർക്കുമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിരിക്കുന്നു. പല്ലുവിൽ നിറയെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സൈഡിൽ ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ലോവർ പോർഷനിലും അപ്പർ പോർഷനിലും ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. വിത്ത് ബ്ലൗസുമാണ്. അപ്പോൾ ഞാനിതിൻ്റെ മറ്റ് കളറുകൾ കാണിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഒരു നെറ്റ് കോട്ടായുടെ സാരി ഉണ്ട്. 2 ടൈപ്പ് സാരികളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എല്ലാം പേസ്റ്റൽ കളേഴ്സുമാണ്. ഒരു ഒണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത്. വേണ്ടോ, എല്ലാം നല്ല ഷെയ്ഡുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഈ സെൽഫ് ഡിസൈനും വൈറ്റ് ഡിസൈനും കൂടെ ഇടകലർന്നാണ് ഇതിലുള്ള ഈ ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബോഡി പാർട്ടിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ടും വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഇത് വരുന്നു. നമുക്ക് ഡെയിലി വെയറായിട്ടും അതുപോലെ ചെറിയ പാർട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 1149. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് എല്ലാം ജോർജറ്റ് സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇത് ഫുള്ളായിട്ട് തന്നെ വിടർത്തിയതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് പല്ലുവിൽ വന്നിട്ടുണ്ട്. 2 സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ സൈഡിൽ നമ്മുടെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ ബോർഡർ വരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ ഹാഫായിട്ട് തന്നെയാണ് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ബാക്കിൽ ഈ എംബ്രോയ്ഡറി വർക്കും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്കും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1149. ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സൈഡിൽ വൈറ്റും പീച്ചും കൂടെ ഇടകലർന്ന് സ്കാലപ്പ് വർക്കുമായിട്ടാണ് ബോർഡർ വരുന്നത്. ബോർഡർ ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ടും ലോവർ പോർഷനിൽ ഉണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ ഉണ്ടോ സ്കാറ്റേർഡായിട്ട് ഈ വർക്കുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഹാഫായിട്ടുമാണ് വരുന്നത്. നമുക്ക് ഡെയിലി വെയറായിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനും സ്ലീവിൻ്റെ എൻഡുമാണ് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1149 ആണ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. കളറുകളെല്ലാം ഏത് കളർ ടോണുകാർക്കും ഇണങ്ങിയ കളറിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഈ സാരി വാഷബിളാണ്, ഡെയിലി വെയറാണ്. പിന്നെ അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ ആയാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പ്ലീറ്റഡ് ആയിട്ടും 1 പ്ലേറ്റ് ആയിട്ടും ഇതിനെ നമുക്ക് വെയർ ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ സൈഡിൽ സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് മിക്സ് ചെയ്താണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ലോവർ പോർഷനിലും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ബാക്ക് പോർഷനിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടുമാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 1149. ഇതൊരു സിൽക്കി കോട്ട സാരിയാണ്. പീച്ച് ഷെയ്ഡിലാണ്, ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വരുന്നത്. ആ എംബ്രോയ്ഡറി വർക്ക് തന്നെ ഈ ഫുള്ളായിട്ടും ലോവർ പോർഷനിലും ഇത് വരുന്നുണ്ട്. അപ്പർ പോർഷനിൽ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പല്ലുവിലും സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ്
ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ഈ വർക്ക് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1210 ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ബോഡി പാർട്ടിൽ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാഷബിളാണ്, സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യവുമില്ല. ഇതിൻ്റെ മറ്റ് കളറും കൂടി നമുക്കൊന്ന് കാണാം. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതേലും സൈഡിൽ എംബ്രോയ്ഡറി വർക്കാണ് ബ്ലാക്കിൽ. അതിൻ്റേതായൊരു കോമ്പിനേഷനിൽ ഒരു പിങ്ക്, അതുപോലെ അതിൻ്റെ സ്റ്റെം ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. അതുപോലെ ഈ വർക്ക് ഈ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയും ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1210. ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്. എന്താണെന്ന് വെച്ചാൽ ഓരോ കളറിന് അതാത് കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡ്, അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ സ്റ്റെമ്മും അങ്ങനെയായിട്ടാണ് ഇത് വന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബോഡി പാർട്ടിൽ ഈ ഭാഗത്ത് സ്കാറ്റേഡായിട്ട് ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടുമാണ് വരുന്നത്. ഈ വർക്ക് ഫുള്ളായിട്ടും താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1210. നല്ലൊരു സാൻഡൽ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ഒരു പിങ്ക്, അതുപോലെ അതിൻ്റെ സ്റ്റെമ്മ് ഗ്രീന് അങ്ങനെയായിട്ട് വരുന്നു. ഫുള്ളായിട്ടും പല്ലുവിൽ ഈ വർക്ക് വരുന്നുണ്ട്. എല്ലാ കളറിനും അതിൻ്റേതായ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ആ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ വേണ്ട ഫുള്ളായിട്ട് തന്നെ ഈ വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ, പക്ഷേ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ, ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ വർക്കുകൾ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.